സ്വാമി തൃപ്പാദങ്ങൾ ഒരു സഗുണാരാധന സമ്പ്രദായം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ദേവതകളിൽ പല്ലയും സ്തുതിച്ചുകൊണ്ട് ആ ക്ഷേത്ര സവിധത്തിൽ വെച്ച് തന്നെ കൃതികളും രചിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയ ധാരാളം കൃതികളുണ്ട്, നമുക്കറിയാം. അതിലൊന്നാണ് കോലതീരേശസ്തവം. അത് എവിടെ വെച്ച് രചിക്കപ്പെട്ടു എന്നതിന് നമുക്ക് സംശയമൊന്നുമില്ല, അല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കോലത്തുകര, കുളത്തൂർ കോലത്തുകര എന്ന സ്ഥലത്ത് ശിവനെ പ്രതിഷ്ഠിച്ച് കോലത്തുകരക്കാർക്ക് ശിവനെ സ്തുതിച്ചുകൊണ്ട് നിത്യവും പാരായണം ചെയ്യുവാൻ, അല്ലേ? പാപാപഹമാം നിൻപദമോർക്കായി വരണം മേ, അല്ലേ? അപ്പം നിത്യവും കോലതീരേശനെ സ്തുതിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനായിട്ട് സ്വാമി തൃപ്പാദങ്ങൾ എഴുതി കൊടുത്ത കൃതിയാണ് കോലതീരേശസ്തവം എന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയാൻ പാടില്ലാത്ത, ഈ കൃതി അറിയാൻ പാടില്ലാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഏറ്റവും ആദ്യം പ്രതിഷ്ഠിച്ചത് ശിവനെയാണെന്ന് നമുക്കറിയാം, അല്ലേ? എവിടെയാണ്? അരികപ്പുറത്ത്, അല്ലേ? 1888 ഈ പ്രതിഷ്ഠ നടക്കുന്നത്. ശേഷം ഒരു ശിവപ്രതിഷ്ഠ, അത് എറണാകുളം ജില്ലയിൽ ഷാൺമാതുര ഭാവം കൂടി അന്തർലീനമായിട്ടിരിക്കുന്ന ശിവനെ ഈ കോലത്തുകര ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ട് അടുത്ത മാസം, തൊട്ട് മുൻപത്തെ മാസം തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം. അത് 1893 ഫെബ്രുവരി 22 ആ പ്രതിഷ്ഠ. അതിനുശേഷം മൂന്നാമതായി ഗുരു പ്രതിഷ്ഠിച്ച ശിവപ്രതിഷ്ഠ കോലത്തുകരയിലാണുള്ളത്. അത് 1893 ആ വർഷം തന്നെ മാർച്ച് മാസം 27 കൊല്ലവർഷം പറയുകയാണെങ്കിൽ 1068 മീനമാസം 13 കോലതീരേശനെ കോലത്തുകരക്കാർക്ക് തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ച് കൊടുക്കുന്നത്. ഈ കോലത്തുകര എന്ന ദേശം കാട് മൂടിക്കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു, അതായത് ഒരു വനപ്രദേശമായിരുന്നു. ഇത് പുരാതന കാലത്ത് വിഷക്കാട് എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഘോരമായ വനമായിരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഭയന്നിട്ട് ആളുകൾ ആരും അങ്ങോട്ട് പോകാറില്ലായിരുന്നു. അതുകൊണ്ട് ആ സ്ഥലം ഇഷക്കാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം അവിടെ ഏതാണ്ട് 600 വർഷത്തിലധികം പഴക്കമുള്ള, 6 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് പ്രതിഷ്ഠിച്ചത് കോലത്ത് നാട്ടിൽ നിന്നും വന്ന ആളുകളാണ് ആ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. കോലത്ത് നാട് എന്ന് പറയുന്നത് നമുക്കറിയാം, നാടുവാഴി സ്വരൂപങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, സംഘകാലഘട്ടത്തിൽ കോലത്ത് സ്വരൂപം എന്നൊരു സ്വരൂപമുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇന്നത്തെ വടക്കൻ മലബാറിൻ്റെ ഭാഗങ്ങളായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളൊക്കെ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം, അതാണ് കോലത്ത് നാട് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കോലത്ത് നാട്ടിൽ നിന്നും വന്ന കുറച്ച് ആളുകൾ ഈ കുളത്തൂരിൽ വന്ന് താമസാക്കി. അവർ വന്നതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഈ കുളത്തൂർ എന്ന ദേശം ഒരു നെയ്ത്ത് ഗ്രാമമായിരുന്നു. അപ്പം ഈ കോലത്ത് നാട്ടിൽ നിന്നും നെയ്ത്ത് പഠിക്കാനായിട്ട് ഇവിടെ വന്ന ആളുകളാണ് കോലത്തുകാർ. അപ്പം അവരവിടെ വന്ന് താമസിക്കുകയും അവർക്കായിട്ട് അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വിഷക്കാട് എന്ന സ്ഥലം കോലത്തുകരയായിട്ട് മാറുന്നത്. പിന്നീട് ഈ കോലത്ത് നാട്ടുകാർ നെയ്ത്തൊക്കെ പഠിച്ചതിന് ശേഷം അവിടെ നിന്നും തിരികെ പോയി. പിന്നീട് ആ ഭദ്രകാളി ക്ഷേത്രം അവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകളുടെ ആധിപത്യത്തിലേക്ക് ആയി മാറുകയാണ് ചെയ്തത്. അവിടെ ജന്തുബലി അടക്കമുള്ള ദുരാചാരങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ നടന്നു പോന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു, ഭദ്രകാളി ക്ഷേത്രമായിരുന്നു കോലത്തുകരയിലുണ്ടായിരുന്ന ഭദ്രകാളി ക്ഷേത്രം. എന്നാൽ ഇതിൽ ഈ പ്രതിഷ്ഠ തൃപ്പാദങ്ങൾ നടത്തുന്നത് 1893 അതിനും 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോലത്തുകരയിൽ തൃപ്പാദങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതായത് തൃപ്പാദങ്ങൾ വാരണപ്പള്ളിയിലെ പഠനം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ചെമ്പഴന്തിയിലെത്തി
അവിടെ ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടി. അങ്ങനെയാണ് നാണു ചട്ടമ്പി നാണു ആശാനായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഏകാന്ത പഥികനായിട്ട് തൃപ്പാദങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏകാന്ത പഥികനായി നടന്ന സമയങ്ങളിലൊക്കെയും ഈ കോലത്തുകരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോലത്തുകരയോട് ഇഷ്ടം ഗുരുവിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോലത്തുകരക്കാർ അരുവിപ്പുറത്ത് തൃപ്പാദങ്ങൾ ശിവപ്രതിഷ്ഠ നടത്തിയ കാര്യം അറിയുന്നത്. അത് തൃപ്പാദങ്ങളുടെ ലോകോദ്ധാരണ പ്രവർത്തനങ്ങളുടെ തുടക്കമിട്ട സ്ഥലമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അതറിഞ്ഞുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ, കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുള്ള ആളുകൾ ഗുരുവിനെ കാണുവാനായിട്ട് അരുവിപ്പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കോലത്തുകരക്കാർ അവരുടെ നാട്ടിലെ ദുരാചാരങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്ത് അവിടെ തൃപ്പാദങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ടൊരു പ്രതിഷ്ഠ നടത്തണം എന്ന് ഗുരുവിനെ കണ്ട് ഉണർത്തിച്ചു. അതിന് പ്രകാരം തൃപ്പാദങ്ങൾ അവിടെ വരാമെന്നും പ്രതിഷ്ഠ നടത്താമെന്നും അവരോട് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആ ഭദ്രകാളി വിഗ്രഹം മാറ്റി അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തണം എന്നാണ് ഗുരു ആവശ്യപ്പെട്ടത്. അവര് യാതൊരു മടിയും കൂടാതെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിഷ്ഠാ മുഹൂർത്തം വന്നെടുത്തു. പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് ഭദ്രകാളി വിഗ്രഹത്തെ അവിടെ നിന്നും ഇളക്കി മാറ്റണം. അതിനായി ഗുരു അവിടെ നിന്ന ആളുകളോട് നിർദ്ദേശിച്ചു. ധാരാളം കയ്യാളുകൾ ഒരുമിച്ച് വന്ന് നിന്ന് ഭദ്രകാളി വിഗ്രഹത്തെ പിഴുതെടുത്ത് മാറ്റുവാൻ നോക്കിയിട്ടും പണിപ്പെട്ട് ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ തൃപ്പാദങ്ങൾ തന്നെ ആ ഒരു കടമ ഏറ്റെടുത്തു. തൻ്റെ ഒരു കൈകൊണ്ട് തന്നെ ആ ഭദ്രകാളി വിഗ്രഹത്തെ പിഴുതെടുത്ത് അതിനെ മൂടിക്കെട്ടി ഇതിനെ നാലമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് വച്ചുകൊള്ളാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ഭദ്രകാളി നാലമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ചുവട്ടിലൊരു സാമ്പ്രാണി തിരി പോലും കത്തിക്കരുത് എന്നും ഗുരു നിർദ്ദേശിച്ചു. അപ്പം ഭദ്രകാളി അല്ലെ, സ്ത്രീയായ ഭദ്രകാളി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ അവിടെ ഭദ്രകാളി മാത്രമല്ല, ശ്രീകോവിലിനകത്ത് സ്ത്രീകൾ ആരും തന്നെ കയറുണ്ടെന്നൊരു നിർദ്ദേശം കോലത്തുകര ക്ഷേത്രത്തിൽ ഗുരു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അത് കോലത്തുകര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ ഭദ്രകാളി വിഗ്രഹത്തെ സമീപത്തുള്ള വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ ഒരിക്കൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുപോയി. അത് ഏതാണ്ട് 1960 കാലഘട്ടത്തിലാണ്. പ്രതിഷ്ഠയ്ക്കൊക്കെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വെള്ളായണി ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹം കളഞ്ഞു പോവുകയുണ്ടായി. അപ്പം അതിന് പകരം, ഈ കളഞ്ഞുപോയ ദേവി വിഗ്രഹത്തിന് പകരമായിട്ട് കോലത്തുകരയിൽ ഇരിക്കുന്ന ഭദ്രകാളിയെ അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പ്രതിഷ്ഠാ മുഹൂർത്തം വന്നു. അഷ്ടബന്ധം ഇട്ട് അത് ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം അതിൽ ഉറക്കുന്നില്ല. അപ്പോൾ തന്നെ സാധാരണ രീതിയിൽ എല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ പ്രശ്നക്കാരനെ വിളിച്ചു, ജ്യോത്സ്യനെ വിളിച്ചു. അവരെ പ്രശ്നവിധിയിൽ കണ്ടെത്തിയ കാര്യം, ഈ വിഗ്രഹത്തിന്, ഇവിടെ നിന്ന് കളവ് പോയ വിഗ്രഹത്തിന് ഈ ഭദ്രകാളി വിഗ്രഹം പര്യാപ്തമാവില്ല എന്ന് കണ്ടെത്തി വീണ്ടും ആ ഭദ്രകാളിയെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോഴും കോലത്തുകര ക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ആ ഭദ്രകാളി വിഗ്രഹം ഇരിപ്പുണ്ട്. അതിനെ പിഴുതെടുത്ത് മാറ്റിയിട്ടാണ് കൃഷ്ണശിലയിൽ തീർത്ത ശിവലിംഗത്തെ തൃപ്പാദങ്ങൾ കോലത്തുകരയിൽ പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഗുരുവിനോടൊപ്പം ഗുരുവിൻ്റെ കൊച്ചപ്പി പിള്ള ഉണ്ടായിരുന്നു. ശിവലിംഗദാസ സ്വാമികളല്ല, അന്ന് കൊച്ചപ്പി പിള്ളയാണ്. കൊച്ചപ്പി പിള്ള ഉണ്ടായിരുന്നു. ഈ കൊച്ചപ്പി പിള്ള പിന്നീട് ഈ കോലത്തുകരയിൽ വരുവാനും അവിടെ വിദ്യാലയത്തോട്, ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കാൻ ഗുരു ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് അവിടെ ഇലങ്കം എന്ന് പറയുന്ന പുരാതനമായ ഒരു കെട്ടിടം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലങ്കത്തിൽ സംസ്കൃത പാഠശാല തുടങ്ങുവാനും പിന്നീട് ആ സംസ്കൃത പാഠശാലയാണ് ഇന്ന് കാണുന്ന വലിയ ഒരു വിദ്യാലയമായിട്ട് മാറിയിട്ടുള്ളത്. അതിന് നിയോഗിക്കപ്പെട്ടത് ശിവലിംഗദാസ സ്വാമികൾ എന്ന കൊച്ചപ്പി പിള്ളയായിരുന്നു. അപ്പോൾ ഈ കൊച്ചപ്പി പിള്ളയെ അവർ കൊച്ചുസ്വാമി എന്നാണ് വിളിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ വലിയ സ്വാമി, കൊച്ചപ്പി പിള്ള കൊച്ചുസ്വാമി. അപ്പോൾ അവിടെ ഒരു കൊച്ചുസ്വാമിയുണ്ട്. അതോടൊപ്പം ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് മറ്റൊരു സ്വാമി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഏത് സ്വാമിയാണെന്ന് അറിയാമോ? ചിന്നസ്വാമി. അതാരാണ്? ഗുരുവിൻ്റെ ചിന്നസ്വാമി ആരാ? കുമാരനാശാൻ അല്ലേ. ചിന്നസ്വാമിന്ന് കുമാരനാശാനെ വിളിച്ചത് ഗുരുവിനോടുള്ള ഭക്തി കൊണ്ട് ഡോക്ടർ പൽപ്പു ആണ് വിളിച്ചത്. അപ്പോൾ മറ്റൊരു സ്വാമി കൂടി അവിടെ ഉണ്ടത്. ആരാണ്? ഗുരുവിൻ്റെ ചിന്നസ്വാമി. അപ്പോൾ ഈ ചിന്നസ്വാമിക്കും ഗുരു ഒരു നിയോഗം അവിടെ വെച്ച്, അതായത് ഈ പ്രതിഷ്ഠാ വേളയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും.
കോലത്തുകരയിലെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്ന് ഗുരു എഴുതിയിട്ട് അതിൻ്റെ ഉത്തരാർത്ഥം പൂരിപ്പിക്കാൻ പറഞ്ഞത് ഗുരുവിൻ്റെ ചിന്നസ്വാമിയോടാണ്. അതിന് ചിന്നസ്വാമി നൽകിയ മറുപടിയും നമ്മൾ കേട്ടിട്ടുണ്ട്. കാലൻ കനിപറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുത്. ചിന്നസ്വാമിക്ക് അങ്ങനെയാണ് പാടാൻ തോന്നിയത്. അതിൻ്റെ ബാക്കി ഭാഗം അങ്ങനെ പൂരിപ്പിക്കാനാണ്, ആ സമസ്യയുടെ ബാക്കി ഭാഗം അങ്ങനെ പൂരിപ്പിക്കാനാണ് തോന്നിയത്. അപ്പം ആ പറഞ്ഞതിനൊരർത്ഥമില്ലേ? കാലൻ കനിപറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുത്. അതിൻ്റെ സാരം എന്തായിരിക്കും? കാലൻ്റെ കയ്യിലേക്ക് എന്നെ കൊടുക്കരുത് എന്നല്ലേ? അപ്പം അതൊരു പ്രാർത്ഥനയാണല്ലേ, കുമാരനാശാൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുക.